കുടുംബത്തെ തെരുവിലാക്കി മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ജപ്തി നടപടി. മരുന്ന് പോലും എടുക്കാൻ അനുവദിക്കാതെ വീട് പൂട്ടി സീൽ ചെയ്തെന്ന് കുടുംബത്തിന്റെ ആരോപണം. ചാലക്കുടി ദേശീയപാതയിൽ പ്ലൈവുഡ് കയറ്റി വന്ന ലോറി മറിഞ്ഞു. പൊങ്ങത്ത് പുലർച്ചെയുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ജീവനം 2.0 പദ്ധതിയുടെ തൃശൂർ ജില്ലാതല പരിപാടിയിൽ മാളയിൽ തുടക്കമായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുടുംബത്തെ തെരുവിലാക്കി മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ജപ്തി നടപടി. രോഗിയായ ദാസും കുടുംബവും സ്വന്തം വീടിന്റെ ഉമ്മറത്ത് രാത്രി കഴിച്ചുകൂട്ടി. കനത്ത മഴയ്ക്കിടെ വീട്ടുപകരണങ്ങളും മരുന്നുകളും പോലും എടുക്കാൻ അനുവദിക്കാതെയാണ് വീട് പൂട്ടി സീൽ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ കുടുംബത്തെ തെരുവിലാക്കി ഉജ്ജീവൻ മൈക്രോ ഫിനാൻസിന്റെ ജപ്തി നടപടി. വടക്കഞ്ചേരി നഗരസഭ 14-ാം ഡിവിഷൻ മുണ്ടത്തിക്കോട് ഗാന്ധി റോഡിൽ താമസിക്കുന്ന കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് ബാങ്ക് ജീവനക്കാർ പോലീസിനോടൊപ്പം എത്തി വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു നടപടി. തുടർച്ചയായി കനത്ത മഴയും കാറ്റും തുടരുന്നതിനിടെയാണ് വീട് പൂട്ടി സീൽ ചെയ്തതെന്ന് കുടുംബത്തിന്റെ ആരോപണം. മരുന്നുകൾ, നിത്യോപയോഗ സാധനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ പുറത്തെടുക്കാൻ പോലും അനുവദിച്ചില്ലെന്നും കുടുംബം പറയുന്നു. ഒടുവിൽ കനത്ത മഴയ്ക്കിടെ അടച്ചുപൂട്ടിയ സ്വന്തം വീടിന്റെ ഉമ്മറത്തെ തറയിലാണ് രോഗിയായ ദാസും കുടുംബവും രാത്രി കഴിച്ചുകൂട്ടിയത്. 2022 മകളുടെ വിവാഹാവശ്യത്തിനായി ദാസ് ഉജ്ജീവൻ മൈക്രോ ഫിനാൻസിൽ നിന്ന് 7.5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. തുടർന്നുള്ള 3 വർഷത്തോളം കൃത്യമായി തിരിച്ചടവും നടത്തി. എന്നാൽ ഇതിനിടെ ദാസിന് ഗുരുതരമായ രോഗം ബാധിക്കുകയും 2ാമത്തെ മകളുടെ വിവാഹം നടക്കുകയും ചെയ്തതോടെ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഇതോടെ വായ്പ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. 2 പെൺമക്കളും 1 ആൺകുട്ടിയുമാണ് ദാസിന്റെ കുടുംബത്തിലുള്ളത്. രോഗബാധിതനായ ദാസിന്റെ ചികിത്സയും കുടുംബത്തിന്റെ ജീവിത ചെലവുകളും ഭാര്യ അജിത വീട്ടുജോലിക്ക് പോയി ലഭിക്കുന്ന വരുമാനം കൊണ്ട് മുന്നോട്ടു പോകുന്നതാണ്. നേരത്തെയും 2 തവണ ബാങ്ക് ജീവനക്കാർ ജപ്തിക്കായി എത്തിയിരുന്നു. എന്നാൽ വാർഡ് കൗൺസിലർ രമണി പ്രേമദാസൻ, മുൻ കൗൺസിലർ അജിത് കുമാർ, നാട്ടുകാർ എന്നിവർ ഇടപെട്ടതിനെ തുടർന്ന് അന്ന് ജപ്തി നടപടികളിൽ നിന്ന് ബാങ്ക് ജീവനക്കാർ പിന്മാറുകയായിരുന്നു. തുടർന്ന് ഒറ്റത്തവണയെ തീർപ്പായി 7 ലക്ഷം രൂപ അടച്ചാൽ ജപ്തി ഒഴിവാക്കാമെന്ന് അറിയിച്ചെങ്കിലും പണവുമായി ചെന്നപ്പോൾ ലോൺ അവസാനിപ്പിക്കാൻ ബാങ്ക് ജീവനക്കാർ തയ്യാറായില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ലോൺ അവസാനിപ്പിക്കാൻ 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും കുടുംബം പറയുന്നു. ഇതിന് പിന്നാലെയാണ് പെട്ടെന്ന് പോലീസിനോടൊപ്പം എത്തിയ ബാങ്ക് ജീവനക്കാർ വീട് പൂട്ടി സീൽ ചെയ്തത്. നടപടിക്കെതിരെ പ്രദേശവാസികൾ വ്യാപക പ്രതിഷേധമായി ഉയരുന്നു. ബാങ്കിന്റെ നടപടി മനുഷ്യത്വരഹിതമാണെന്ന് ആരോപിച്ച് നാട്ടുകാരും ജനപ്രതിനിധികളും ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങിയാണ്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി ദേശീയപാതയിൽ പ്ലൈവുഡ് കയറ്റി വന്ന ലോറി മറിഞ്ഞു. പൊങ്ങത്ത് പുലർച്ചെയുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മുന്നിൽ പോയ ടോറസ് ലോറി അപ്രതീക്ഷിതമായി ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ചാലക്കുടി ദേശീയപാതയിൽ പ്ലൈവുഡ് കയറ്റി വന്ന ലോറി മറിഞ്ഞു. ദേശീയപാതയിലെ പൊങ്ങത്ത് പുലർച്ചെയായിരുന്നു അപകടം. പെരുമ്പാവൂരിൽ നിന്ന് സേലത്തേക്ക് പ്ലൈവുഡ് കയറ്റി പോകുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. മുന്നിൽ പോകുകയായിരുന്ന ടോറസ് ലോറി അപ്രതീക്ഷിതമായി ബ്രേക്ക് ചെയ്തതോടെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. അപകടത്തിൽ ലോറിയിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടിയിൽ ഗുരുതര രോഗബാധിതയായ 16-കാരി ചികിത്സാ സഹായം തേടുന്നു. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് MVR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലുള്ള റിൻഡു വർഗീസിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇനി വേണ്ടത്. ചികിത്സയ്ക്കായി 50 ലക്ഷം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഉദാരമതികളുടെ സഹായം തേടുകയാണ് കുടുംബം. ചാലക്കുടിയിൽ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 16-കാരി ചികിത്സാ സഹായം തേടുന്നു. ചാലക്കുടി നഗരസഭയിലെ പോട്ട പറക്കൊടിലിങ്കൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഓട്ടോ ഡ്രൈവർ മാമ്പിള്ളി വീട്ടിൽ വർഗീസ് മകൾ റിൻഡു വർഗീസാണ് സഹായം തേടുന്നത്. കോഴിക്കോട് MVR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് റിൻഡു ചികിത്സയിൽ കഴിയുന്നത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചികിത്സയ്ക്കായി ഏകദേശം 50 ലക്ഷം രൂപ ചെലവ് വരും.
ഓട്ടോ ഡ്രൈവറായ പിതാവ് സ്വന്തം ഓട്ടോ വിറ്റും സുമനസ്സുകളുടെ സഹായത്താലുമാണ് കഴിഞ്ഞ 3 വർഷമായി മകളുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. നിലവിൽ 28 ദിവസത്തെ കീമോതെറാപ്പി ചെയ്തു വരികയാണ്. ഇതിനുശേഷം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. ഇത്രയും വലിയ തുക സമാഹരിക്കാൻ സുമനസ്സുകളുടെ സഹായം അനിവാര്യമായ സാഹചര്യത്തിലാണ് കുടുംബം. ചികിത്സാ സഹായത്തിനായി സനീഷ് കുമാർ ജോസഫ് MLA രക്ഷാധികാരിയും തോമസ് മേലേപ്പുറം ചെയർമാനുമായിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ജനപ്രതിനിധികളും തോമസിനെ പോലെയുള്ള ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ഏതൊരു ഇത്തരം വിഷയങ്ങളിലും ചികിത്സാ കാര്യങ്ങളിലെല്ലാം അകമഴിഞ്ഞ് സഹായിക്കുന്ന തോമസിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫോട്ടോ സ്കൂളിൽ വെച്ച് ആ പ്രദേശത്തുള്ള എല്ലാ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ സ്ഥാപന മേധാവികളും പള്ളിയിലെ കോട്ട ദേവാലയ വികാരിയച്ഛനും എല്ലാവരും കൂടി ഞങ്ങൾ ഒത്തുചേർന്നിരുന്നു. ഞങ്ങളൊരു റിന്റു വർഗീസ് ചികിത്സാ സഹായനിധി എന്ന പേരിലൊരു സമിതി കമ്മിറ്റി ഉണ്ടാക്കി കോട്ട ഫെഡറൽ ബാങ്കിൽ ഇതിനു വേണ്ടിയുള്ള ചാരിറ്റി SBI അക്കൗണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തു. ആ അക്കൗണ്ടിലേക്കാണ് ക്രൗഡ് ഫണ്ടിംഗ് വഴി പണം സ്വരൂപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് ചാരിറ്റി ഫണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നേരിട്ട് ഹോസ്പിറ്റൽ ചെലവുകൾക്ക് ഹോസ്പിറ്റലിലേക്ക് ചെക്ക് കൈമാറാനായിട്ട് സാധിക്കും. നഗരസഭാ അംഗം വത്സൻ ചമ്പക്കര, പോൾസൻ മേലേപ്പുറം തുടങ്ങിയവർ കമ്മിറ്റി അംഗങ്ങളാണ്. സഹായങ്ങൾ നൽകുന്നതിനായി ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ സംയുക്ത അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 17801000851110. IFSC FDRL 0001708. UPI ID വർഗീസ് MD 1@FB1. റിന്റിന്റെ തുടർ ചികിത്സയ്ക്കായി കഴിയുന്ന സഹായം നൽകണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മാളിയിൽ വീട്ടുനായയുടെ ആക്രമണത്തിന് പിന്നാലെ അവശനിലയിൽ കണ്ടെത്തിയ നായ ചത്തു. ഉടമയെ കടിച്ച ശേഷം ചെങ്ങല പൊട്ടിച്ച് രക്ഷപ്പെട്ട നായ നിരവധി തെരുവ് നായകളെയും വളർത്തു നായകളെയും ആക്രമിച്ചതായി നാട്ടുകാർ പറയുന്നു. റാബീസ് പരിശോധനയ്ക്കായി മൃതദേഹം മണ്ണുത്തിയിലേക്ക് അയക്കാൻ നടപടിയായി. മാള കുന്നത്തുനാട് പ്രദേശത്ത് വീട്ടിൽ വളർത്തിയിരുന്ന നായ ചത്തു. കഴിഞ്ഞ ദിവസം ഉടമയെ കടിച്ച ശേഷം ചെങ്ങല പൊട്ടിച്ച് രക്ഷപ്പെട്ട നായയാണ് ഇന്ന് അഷ്ടമിത്ര മാരേക്കാട് പ്രദേശത്ത് അവശനിലയിൽ കണ്ടെത്തിയത്. രക്ഷപ്പെട്ടതിന് പിന്നാലെ നിരവധി തെരുവ് നായകളെയും വീട്ടിൽ വളർത്തുന്ന മറ്റു നായകളെയും ആക്രമിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ഇന്ന് രാവിലെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെ സ്വകാര്യ പറമ്പിൽ നായയെ അവശനിലയിൽ കണ്ടെത്തിയത്. കണ്ടെത്തി ഏതാനും മണിക്കൂറുകൾക്കകം നായ ചത്തു. പഞ്ചായത്തിൽ വിവരം അറിയിച്ചെങ്കിലും ആരും സ്ഥലത്തെത്താത്തതിനെ തുടർന്ന് പറമ്പുടമ നായയെ അവിടെ തന്നെ കുഴിച്ചുമൂടുകയായിരുന്നു. നായയ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിനായി മൃതദേഹം മണ്ണുത്തിയിലേക്ക് പരിശോധനയ്ക്ക് അയക്കേണ്ടത് നായയുടെ ഉടമയുടെ ചുമതലയാണെന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അറിയിച്ചിരുന്നു. എന്നാൽ നാട്ടുകാർ ശക്തമായി ഇടപെട്ടതോടെ പഞ്ചായത്ത് അധികൃതർ നായയുടെ ഉടമയെ വിവരം അറിയിച്ചു. കുഴിച്ചുമൂടിയ സ്ഥലത്ത് നിന്ന് മൃതദേഹം പുറത്തെടുത്ത് റാബീസ് പരിശോധനയ്ക്കായി മണ്ണുത്തിയിലേക്ക് അയച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ ടൈം, മാള. ജീവനം 2.0 പദ്ധതിയുടെ തൃശൂർ ജില്ലാതല പരിപാടികൾക്ക് മാളയിൽ തുടക്കമായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 100 CDSകളുടെ സമ്പൂർണ്ണ ISOS പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. ജീവനം 2.0 പദ്ധതിയുടെ തൃശൂർ ജില്ലാതല പരിപാടികളുടെ ഉദ്ഘാടനം മാളയിൽ നടന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജീവനം 2.0 ക്യാമ്പയിനും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന വൈവിധ്യങ്ങളായിരുന്ന ഒരുപാട് പരിപാടികൾ, അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിലും ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്നതിനുള്ള വിവിധങ്ങളായ പദ്ധതികളുമെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്ന ഒരു പ്രോജക്റ്റുകളാണ്. ഗുണമേന്മ ഉറപ്പുവരുത്തി സംഘടിത ഉൽപാദനത്തിലൂടെ കർഷകരുടെ വരുമാന വർധനവും ഉപജീവന സുരക്ഷയും കൈവരിക്കുന്നതിന് രൂപീകരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകൾ മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുകയും സംയോജന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് വഴി കന്നുകാലി വികസന ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി ജീവനം 2.0 ക്യാമ്പയിൻ വഴി കേരളത്തിലെ
ഈ കുടുംബശ്രീക്ക് കീഴിലുള്ള കുടുംബശ്രീയുടെ നേതൃത്വം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലൈഫ് ക്ലസ്റ്ററുകളുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടി മികച്ചതാക്കി മാറ്റുക, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വളരെ പരിപാടികൾ അതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യപ്പെടുന്നു. ചടങ്ങിൽ ജില്ലയിലെ 100 CDSകളുടെ സമ്പൂർണ്ണ ISO പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് മുഖ്യാതിഥിയായി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, കൂടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, മൃഗസംരക്ഷണ ഡെപ്യൂട്ടി ഡയറക്ടർ KM സാബു തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെലീൻ, മാള പഞ്ചായത്ത് അംഗം സിമി ഭൂപേഷ്, CDS ചെയർപേഴ്സൺ മല്ലിക ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ CS ശാരിക എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മഴക്കാല പരിചരണം, കന്നുകാലികളിൽ പാലും പാലുൽപ്പന്നങ്ങളും എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. ഡോക്ടർ VS ദീപ, മാള ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ VS വിധു എന്നിവർ ക്ലാസുകൾ നയിച്ചു. മീഡിയ ടൈം മാള. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ പഴയ ഡാമിന് പകരം പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധം. മാള പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 10 മുല്ലപ്പെരിയാർ പരിസരത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിനെതിരെ മാള പ്രതികരണ വേദി പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നു. കേരള ജനതയുടെ സുരക്ഷ മുൻനിർത്തി 130 വർഷത്തിലേറെ പഴക്കമുള്ള നിലവിലെ മുല്ലപ്പെരിയാർ ഡാമിന് പകരം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. കേട്ടുകേൾക്കനുസരിച്ച് കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അതിന്റെ അലകകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഏകകണ്ഠമായി ആ ഡാമിന്റെ സ്വത്തിനും ജീവനും യാതൊരുവിധ സംരക്ഷണവും ഇല്ലാതെ അത് പുനർനിർമ്മിക്കണം. ആയതിന്റെ മുന്നോടിയായി ഞങ്ങൾ ഈ 10/8/2026 തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഏകദിന ഉപവാസ സമരം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സമരങ്ങളുടെ തുടക്കമാണ്. ഈ ഏകദിന ഉപവാസ സമരം ഞങ്ങളുടെ ഒരു പ്രതിഷേധമാണ്. അത് അല്പമെങ്കിലും ഉൾക്കൊള്ളുകയോ അതൊന്ന് വിലയിരുത്തുകയോ ചെയ്യാതെ അതിനെ കൂടി അവഗണിക്കണമെങ്കിൽ ഞങ്ങൾ മറ്റു പല വിധത്തിലുള്ള സമരമാർഗങ്ങളും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരങ്ങളടക്കം ഗാന്ധിജി മാർഗത്തിലുള്ള സമരമുറകൾ നടത്തി ഞങ്ങൾ ഇതിനെ പ്രതിഷേധിക്കും. ശക്തമായ സമരങ്ങളുമായി മാള പ്രതികരണ വേദി ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി, അതല്ലാതെ അല്ലെങ്കിൽ ജലത്തിന്റെ അളവ് കൂട്ടുന്നതിനെതിരെ പ്രതികരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് വിദഗ്ധരും ജനങ്ങളും വർഷങ്ങളായി ആശങ്ക പ്രകടിപ്പിച്ചു വരികയാണെന്ന് മാള പ്രതികരണ വേദി ഭാരവാഹികൾ പറഞ്ഞു. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന വിഷയമായതിനാൽ ജലനിരപ്പ് ഉയർത്തുന്നത് ജലവിഭവ മാനേജ്മെന്റിന്റെ പ്രശ്നം മാത്രമല്ലെന്നും പൊതുസുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. തമിഴ്നാടിന്റെ ജലാവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും കഴിയുന്ന ശാശ്വത പരിഹാരം പുതിയ ഡാം നിർമ്മിക്കുകയാണെന്നാണ് സംഘടനയുടെ നിലപാട്. ഈ ആവശ്യം ശക്തിപ്പെടുത്തുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനുമായി ഓഗസ്റ്റ് 10 മുല്ലപ്പെരിയാർ പരിസരത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുവെന്ന് മാള പ്രതികരണ വേദി അറിയിച്ചു. മാളയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സലാം ചൊവ്വര, ജനറൽ സെക്രട്ടറി CI കാസിം, അജ്മൽ ബാബു, KK അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ KK ഹാഷിഖ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച്. തിരുവനന്തപുരത്തെ സദാചാരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മർദ്ദനമേറ്റതായി പ്രചരിക്കുന്ന സംഭവത്തിലാണ് പ്രതിഷേധം. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ KK ഹാഷിഖ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് സദാചാരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മർദ്ദനമേറ്റതായി പ്രചരിക്കുന്ന സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നൈറ്റ് മാർച്ച് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ വയലാറിന്റെ പുത്രനായിട്ടുള്ള ആഷിഖ്
രാത്രി 12 മണിയോടുകൂടി ഇതേ വയലാറിൻ്റെ പ്രദേശത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുവാനായി ഉൾപ്പെടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത ആ യുവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. 12 മണിക്ക് എന്ത് ചർച്ചയാണെന്ന് ഞങ്ങൾക്കറിയില്ല. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യുന്ന DYFI-കാരനും SFI-കാരനും CPIM-കാരനും അതിൻ്റെ മറുപടി തന്നാൽ കൊള്ളാം. വലിയ സദാചാരം പറയുന്നവരാണ് ഇവിടുത്തെ CPM-കാർ. പക്ഷെ രാത്രി 12 മണിക്കാണ് ഒരു ലോഡ്ജിൽ ഒരു യുവതിയുമായി വിവാഹം കഴിഞ്ഞിട്ടുള്ള ഈ പുരുഷൻ. നമുക്കറിയാം, ഒരു വാർഡ് മെമ്പർ, ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ്. അങ്ങനെ മാതൃകയാകേണ്ട ഒരാളാണ് 12 മണിക്ക് ഒരു ലോഡ്ജിൽ ചെല്ലുകയും അതിനുശേഷം അവിടെ ഈ പറയുന്ന അവിശുദ്ധ ബന്ധം കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന മെമ്പറെ പിടിച്ച് കെട്ടിയിട്ടി ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വിഭാഗം സംഘം. പോലീസ് എത്തുന്നു, അവിടെ ശാന്തമാക്കുന്നു, പിരിച്ചുവിടുന്നു, കേസെടുക്കുന്നില്ല. എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ്? പൊതുപ്രവർത്തകർ ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്നും ആരോപണവിധേയരായവർ ജനപ്രതിനിധി സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അംജിത് TS അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ മാർച്ചിൽ BJP യുവമോർച്ച പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. അനധികൃത പാർക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാകുന്നു. ചാലക്കുടിയിലെ സർവീസ് റോഡുകളിൽ ടോറസ് ഉൾപ്പെടെയുള്ള ഭാരമേറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും വഴിയൊരുക്കുന്നു. നഗരസഭയും പോലീസും അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. ചാലക്കുടിയിലെ സർവീസ് റോഡുകളിലെ അനധികൃത പാർക്കിംഗ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. പോട്ട ആശ്രം ജംഗ്ഷൻ മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്താണ് അനധികൃത പാർക്കിംഗ് വ്യാപകമായിരിക്കുന്നത്. ടോറസ് ഉൾപ്പെടെയുള്ള ഭാരമേറിയ വാഹനങ്ങളാണ് രാവും പകലും ഇവിടെ പാർക്ക് ചെയ്യുന്നത്. സർവീസ് റോഡിന്റെ പകുതിയോളം കയ്യേറിയാണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത്. ഇതോടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ ഇതുമൂലം വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കി ഗതാഗതം സുഗമമാക്കാൻ നഗരസഭയും പോലീസും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടകര ചെറുവത്തൂർ ചെറുദേശത്ത് നെല്ലാട്ട് ശശികുമാറിന്റെയും രജനിയുടെയും മകൾ അഖിലയ്ക്ക് ഡോക്ടറേറ്റ് നേടിയതിൽ CPIM-ന്റെ നേതൃത്വത്തിൽ ആദരം നൽകി. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ കീഴിലുള്ള തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് സ്കോളർഷിപ്പോടെ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ അഖിലയെ CPIM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ആദരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KD അപ്പച്ചൻ, KG രജീഷ്, സുരേഷ് കല്ലിങ്ങപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കുടുംബത്തെ തെരുവിലാക്കി മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ജപ്തി നടപടി. മരുന്ന് പോലും എടുക്കാൻ അനുവദിക്കാതെ വീട് പൂട്ടി സീൽ ചെയ്തെന്ന് കുടുംബത്തിന്റെ ആരോപണം. ചാലക്കുടി ദേശീയപാതയിൽ പ്ലൈവുഡ് കയറ്റുവന്ന ലോറി മറിഞ്ഞു. പൊങ്ങത്ത് പുലർച്ചെയുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ജീവനം 2.0 പദ്ധതിയുടെ തൃശൂർ ജില്ലാതല പരിപാടിയിൽ മാളയിൽ തുടക്കമായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.